തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഏറ്റവും പുതിയ വിധിയിൽ കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. ഒരു അധ്യാപകനെതിരെ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ വെച്ച് അധ്യാപകൻ പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞ പരാതിയിൽ ആ അധ്യാപകനെ കുറ്റവിമുക്തനാക്കുകയും അദ്ദേഹത്തിനെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് കഷ്ടം എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ഇത്തരം ജെന്യുവൻ അല്ലാത്ത കേസുകൾ വരുന്നത് കൊണ്ടാണ് യഥാർത്ഥ പരാതികൾ, യഥാർത്ഥ നീതി കിട്ടേണ്ട ആളുകൾക്ക് നീതി കിട്ടാതായി പോകുന്നതിൻ്റെ ഒരു സാഹചര്യം. ഒരു അധ്യാപകനാണ്, അദ്ദേഹം വിദ്യ പറഞ്ഞു തരുന്ന, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ, ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതും അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നതും ഒക്കെ വിദ്യ പറഞ്ഞു തന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര മൂല്യമാണ്. ജീവിതത്തിലുടനീളം നമ്മളെ ഇതൊക്കെ വീഴ്ചകളിൽ നമ്മൾ അടിപതറുന്നുവോ അവിടെയൊക്കെ നമുക്ക് കരുത്ത് പകരുക ഇത്തരം അധ്യാപകർ നമുക്ക് സ്കൂളിൽ നിന്ന് പകർന്നു തരുന്ന ചില മൊമെൻറ്റ്സുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ. ഒത്തിരി അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി അധ്യാപകരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. എത്ര നല്ല അധ്യാപകർ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായി വേദനിക്കുന്നു. കാരണം ഇതൊരു സർക്കാസമല്ല, ഇതിനെ എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല, വൈകാരികമായി പോകുന്നു. കാരണം ആ അധ്യാപകൻ്റെ വാക്കുകൾ ഇന്ന് വന്നിട്ടുണ്ട്. എനിക്കത് കാണാൻ പോലും തോന്നിയില്ല. കാരണം അത്രയ്ക്കും വിഷമം തോന്നി. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളൊരു മാനസികാവസ്ഥ എന്തായിരിക്കും. അപ്പോൾ നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ ദയവ് ചെയ്ത് ഇത്തരം വ്യാജ പരാതികൾ കൊടുക്കുന്നത് നിർത്തലാക്കണം. കാരണം അത് നല്ല ആളുകൾക്ക്, ഇതുപോലെ അനുഭവിക്കുന്ന വേറെ കുട്ടികളുണ്ടാവും, അവർക്ക് അതൊരു നീതി കിട്ടാതായി പോകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ആ അധ്യാപകൻ കുറ്റവിമുക്തനാണ് എന്ന് തന്നെയാണ്.